20-ാം തീയതി അടയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, അതാണ് പ്രശ്നമായി. അത് കഴിഞ്ഞ് 20-ാം തീയതി ഇവർ ബാങ്ക് ഫുൾ വന്ന് വീട് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത്. ഈ സാഹചര്യത്തിൽ അച്ഛനമ്മയ്ക്ക് എന്താ പറയുന്നത്? അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, അച്ഛൻ കറക്റ്റ് ബാങ്കുകാരോട് പറഞ്ഞ് ഞങ്ങളെ മക്കൾ ഉണ്ടാക്കിയ കടമാണ്, ഓല് പഠിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടല്ല കട ഉണ്ടായി, ബിസിനസ് നടത്തിയിട്ടാണ്, അത് വീട്ടിൽ ഓൽക്ക് അറിയാമെന്നുള്ള ഡയലോഗ് അച്ഛൻ്റെ അടുത്ത് എന്തായാലും ഡയലോഗ് അടിച്ച്. അതിൽ വേറൊരു രസമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ അമ്മ ഉണ്ടല്ലോ, ഈ അമ്മ പൊതുവിൽ അങ്ങനെ അല്ല ആ ജപ്തി ചെയ്യുന്ന അന്നാണ് ഈ നാലമ്പല യാത്ര എന്ന പരിപാടി നടക്കുന്നത്. എൻ്റെ അമ്മ അന്ന് അമ്മ വീട്ടിലില്ല, അമ്മ നാലമ്പല യാത്രക്ക് പോയി, അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ജപ്തി കഴിഞ്ഞ് ഞാൻ ബാങ്കായി സംസാരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തൽക്കാലത്തെ നമ്മളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കി, പൈസ അടയ്ക്കണമല്ലോ. നമ്മളെ ഫ്രണ്ട് അന്നൊരു പൈസ വരുമ്പോൾ കുറച്ച് പൈസ അന്ന് തന്നെ അടച്ച്, വീട് കൈവിട്ട് പോകരുത് എന്നുള്ളൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഒന്ന് ഞങ്ങളോട് നേരിട്ട് ആരും ഒന്നും പറയില്ല, ഇപ്പോൾ നാട്ടുകാരായാലും കുടുംബക്കാരായാലും ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മളെ സഹായിച്ചു. ഒരു പരിചയമില്ലാത്ത ആളുകൾ സഹായിച്ചു. ഒരു പരിചയമില്ലാത്ത ആളുകൾ, നമ്മളെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ വെച്ചാൽ നേരെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുക്കാളോട് എടാ ഓല എന്താ ചെയ്യൂട്ടോ, പോയി പൈസ വാങ്ങിക്കോ, ആ ഒരു ഡയലോഗ് നമ്മളെ ചെവിയിലെത്തും. അതായത് നമ്മൾ സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകളൊക്കെ റിജക്ട് ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ സപ്പോർട്ട് കിട്ടി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നല്ല, എന്താ നമുക്ക് സപ്പോർട്ട് തരേണ്ട ഒരു ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ മീൻസ് അതായത് നമ്മൾ ഫണ്ട് കൊടുക്കാനുള്ള ഇത് ബാങ്ക് അല്ലാതെ പുറത്ത് കൊടുക്കാൻ ആൾക്കാരോട് ഉൾപ്പെടെ പറയുന്നത് പറഞ്ഞാൽ ചെക്കന്മാർ ആത്മഹത്യ ചെയ്യും, ഇപ്പം വീട്ടിൽ പോയി കച്ചറ ഉണ്ടായിക്കോന്നാണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മഹത്യനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഇതുവരെ ഈ നിമിഷം ഞങ്ങൾ ചിന്തിച്ചില്ല. കാരണം ഞങ്ങൾ രണ്ടാളുണ്ട്, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ കുടി, ഇവൻ ചെയ്ത്